ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണോ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം വന്ന് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ള 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കുമ്പോൾ ദ എംപ്രസ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ഹൃദയത്തിന്റെ കറന്റ് അവരുടെ ഒരു മനസ്സിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡ് വളരെ ശക്തമായ ഒരു സ്നേഹത്തിന്റെയും കെയറിങ്ങിന്റെയും ഒക്കെ ഒരു കാർഡായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു. അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വാംത്ത് ഫീല് അല്ലെങ്കിൽ ഒരു ന്യൂട്രൻ എനർജി അവർക്കുണ്ട്. ഇതൊരു അട്രാക്ഷൻ മാത്രമല്ല, ഒരു അഫെക്ഷൻ എന്ന രീതിയിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് തോന്നുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉള്ള ഒരു ഫീലിങ്സുകളാണ് നമുക്ക് ഈ ഒരു എംപ്രസ് കാർഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു സ്നേഹവും കെയറിങ്ങും അതുപോലെ അട്രാക്ഷൻ, അഫെക്ഷൻ ഇതൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവ് വൈബ് ഈ ഒരു പേഴ്സൺ കിട്ടുന്നതായിട്ടുള്ള എനർജീസ് ആണ് കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ സെക്കൻഡ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ ഒരു ഫീലിങ്സ്, അവരുടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു ഡെപ്ത് എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ശരിക്കും നിങ്ങളുമായിട്ടൊരു മ്യൂച്വൽ ഇമോഷണൽ കണക്ഷൻ ആണ് അവർക്കുള്ളത്. നിങ്ങളോടൊരു ജെന്യുവൻ ആയിട്ടുള്ള ബോണ്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. ഇത് ഞാൻ വളരെയധികം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു 2 കാർഡുകൾ നമ്മൾ നോക്കിയതിൽ വെച്ചിട്ട് നിങ്ങളോട് അവർക്ക് നമ്മൾ നോക്കുന്നത് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ആ 2 കാർഡിൽ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അഫെക്ഷൻ ഉണ്ട്, ഒരു സ്നേഹമുണ്ട്, ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. അവര് ഇങ്ങനെ ഇത്രയധികം സ്നേഹമുണ്ടെങ്കിലും അവർ കാണിക്കാത്ത കുറേയധികം ഒരു ഫീലിങ്സുകൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് റൊമാൻറ്റിക് ഇന്റൻഷൻ അവർക്ക് നിങ്ങളോടുണ്ട്, പക്ഷെ ആ ഒരു പല പല കാര്യങ്ങൾ പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇരിക്കണമെന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് തുറന്നു കാണിക്കാനായിട്ട് പറ്റുന്നില്ല. മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് അവര് മടി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഹൃദയം വളരെ സോഫ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നതായിട്ടും വളരെ ഫുൾ ഓഫ് ഒരു ലവ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ഒരു സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവരുടെ ഒരു പേടി എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ 5 ഓഫ് പെന്റക്കിൾസ് കാണുന്ന പോലെ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു ലോസ് സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു നിങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹം നഷ്ടമായി പോകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു റിലേഷൻ നഷ്ടപ്പെട്ടു പോകുമോ, ഇതിന്റെ ഒരു ഡെപ്ത് കുറഞ്ഞു പോകുമോ, നിങ്ങൾ ഇനി ഒരു പേഴ്സണെ അവോയ്ഡ് ചെയ്യുമോ എന്നൊക്കെ ഈ ഒരു വ്യക്തി റിജക്റ്റ് ചെയ്യുമോ എന്ന് ഈ വ്യക്തി പേടിക്കുന്നു. ആ ഒരു പേടി അവർക്ക് വളരെയധികമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഈ 5 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി അത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എപ്പോഴും ഉള്ളത്. വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ടെങ്കിലും നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയാണ് ഇതിന് മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഉള്ള ഒരു സ്നേഹം തുറന്ന് നിങ്ങളോട് പറയാനോ അത് എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ വരുന്നത് 9 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. അവരുടെ ഒരു മനസ്സിന്റെ ഒരു സംഘർഷം, മാനസിക സംഘർഷമാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെയധികം ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ, എല്ലാ കാര്യങ്ങളിലും ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പല കാര്യങ്ങളും തലയിൽ വെച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇതിനി വർക്കാകുമോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ ശരിയാമോ, ഓക്കെ അങ്ങനെ ചെയ്താൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ ചിന്തിക്കുന്നു, അത് അങ്ങനെ ആയാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി, വളരെയധികം ആശങ്കയോടുകൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജീസ് ആണ്. വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ
അത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ടെമ്പറൻസ് കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിവിടെ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ടുവന്ന ഒരാളായിട്ടാണ്, ഒരു ശാന്തത കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു പേഴ്സണെ നിങ്ങൾ പരിചയപ്പെട്ടത് നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. സെയിം വേയില് ഈ ഒരു പേഴ്സൺ ഒത്തിരിയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ആശ്വാസം എന്നോണമായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇവിടെ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, ഒരു കാംനെസ്, ഒരു പീസ്, ഹാപ്പിനെസ്, അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഹീലിംഗ് എനർജി ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക്. അപ്പോൾ നിങ്ങളെ കാണുന്നത് അത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടെമ്പറൻസ് കാർഡിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന കാർഡാണ് ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഹൃദയത്തിന്റെ ഒരു യഥാർത്ഥ ഫീലിങ്സുകളാണ് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് നമുക്ക് കാണിച്ചിരുന്നത്. നിങ്ങളെ ഇമോഷണലി വളരെ വാല്യുബിൾ ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്നു. അവരുടെ ഒരു സന്തോഷമായിട്ടും അവരുടെ ഒരു സേഫ് കംഫോർട്ട് പ്ലേസ് ആയിട്ടും ഒക്കെ നിങ്ങളെ അവർ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ അഫെക്ഷൻ ആ ഒരു വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെയധികം നിങ്ങളൊരു കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെയധികം എംപതി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ ഒരു രീതിയിലാണ് അവർ ആ ഒരു തരത്തിലുള്ള ഫീലിങ്സുകളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം 3 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് പിന്നെ വരുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിൽ അവരെടുക്കാൻ സാധ്യതയുള്ള ഒരു നടപടിയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. എടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഇവരിപ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അവര് മുന്നോട്ട് പോകാനായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്കിവിടെ മനസ്സിലാവുന്നത്. പക്ഷെ കുറച്ച് പേഷ്യൻസ് ആയിട്ട് പതിയെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഫ്യൂച്ചറിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഒരു 3 ഓഫ് വാൻഡ്സ് വഴി എല്ലാം ഒന്ന് നോക്കിക്കണ്ട് വിലയിരുത്തി ഇനി ഫ്യൂച്ചറിൽ ഏത് വഴിക്ക് പോകണം, എങ്ങനെ ചെയ്താലാണ് ഇതൊന്ന് ഓക്കെ ആയിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് എത്തിച്ചേരാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ എന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക, ഒരു റിജക്ഷൻ ഇല്ലാതെ ഒരു നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുക എന്ന് നോക്കി ആ ഒരു അവസരത്തിന് വേണ്ടി, റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്ലോ പ്ലാനിങ്ങും ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി, ഒരു സഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് 8 ഓഫ് വാൻഡ്സ് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കാര്യം പെട്ടെന്ന് ക്വിക്ക്ലി നിങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്ത് വരുന്നു. ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വരാനുള്ള ഒരു സാധ്യത ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൺ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു സഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ 8 ഓഫ് വാൻഡ്സ് ഡയറക്റ്റ് തരുന്ന മെസ്സേജ് ആണ് നമുക്കത്. പിന്നെ വരുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അതായത് കമ്മിറ്റ്മെന്റ് എനർജി തന്നെയാണ് ആ കിങ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെന്റ്, ഒരിക്കലും അവസാനിക്കാത്ത സ്ഥിരമായി നിലനിൽക്കുന്ന ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അവർ സീരിയസ് എനർജി ഇങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ അവരുടെ എനർജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി. ഇതൊരു കാഷ്വൽ അല്ല, ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയോ ഒരു രസത്തിന് വേണ്ടിയോ അങ്ങനെയൊക്കെ വരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. വൺസ് ഇവരൊരു സ്ലോ ആയിട്ടുള്ള പ്ലാനിങ് ആണെങ്കിലും വൺസ് ഇവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അവർ വളരെ സീരിയസ് ആയിട്ടുള്ള എനർജി ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് 4 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അവിടെ ഒരു ആക്ച്വലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, വാല്യുബിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ ബേസ്ഡ് കുറെ കാര്യങ്ങൾ ഇവർ പേടിക്കുന്നുണ്ട്. ആ ഒരു ഡൗട്ട് ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു വഴി ക്ലിയർ ആകുന്നില്ല. ഈ ഒരു തടസ്സങ്ങൾ, ഇവരുടെ മനസ്സിൽ തന്നെയുള്ള ഈ ഒരു തടസ്സങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഓഫർ ഇവരുടെ മുന്നിലേക്ക് വരുന്നത് ഇവർ കാണാതെ പോകുന്നു. ഇവർക്ക് ഈ ഒരു ഫിയറും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു തടസ്സം അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന കാർഡ് ഒരു ഏസ് ഓഫ് കപ്സിന്റെ കാർഡാണ്. ഇതൊരു ന്യൂ ഇമോഷണൽ ബിഗിനിങ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫ്രഷ് ലവ് എനർജി തന്നെയാണ്. വളരെ ഒരു നിഷ്കളങ്കമായ, നിർമ്മലമായ, പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹം
സ്നേഹത്തിന്റെ എനർജി, ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളോടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളോട് സ്നേഹമുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങളെ അവർ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ന്യൂ ഇമോഷണൽ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. ഒരു ഫ്രഷ് ലവ് എനർജിയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ. അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന സെയിം ഒരു കാർഡാണ് 10 ഓഫ് കപ്സിന്റെ. ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് കാർഡാണ് ഈ ഒരു 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹമുണ്ട്. അതിന്റെ ഒരു ഫുൾഫിൽമെന്റ്, അതിന്റെ ഒരു പൂർണ്ണതയിൽ അത് എത്തുക എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു ഫുൾഫിൽമെന്റ്. ഒരു മ്യൂച്വൽ ഹാപ്പിനെസ്സോടുകൂടി ഒരു ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു നിങ്ങൾ തമ്മിലൊരു ഹൃദയം ഹാർട്ട് കണക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് വികാരപരമായ രീതിയിലുള്ള എല്ലാ ഫീലിങ്സുകളും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് ഒരു ഫിയറും ഓവർ തിങ്കിങ്ങും കാരണം ഈ ഒരു നിങ്ങളിലേക്ക് എത്താനുള്ള അത് ഒരു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ആകാനായിട്ട് അതിനൊരു തടസ്സം വന്നത് സ്ലോ ആകുന്നു എന്നുള്ളതാണ്. ഇനി പക്ഷേ ഈ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ എന്ന് പറയുന്നത് റിയൽ ആണ്. അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു തമാശയ്ക്ക് വേണ്ടിയോ കളിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അവർ വളരെ സീരിയസ് ആണ്, ജെന്യൂൻ ആണ്, പ്യൂർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫ്യൂച്ചറിൽ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഇമോഷണൽ ഗ്രോത്തിനുള്ള സാധ്യത വളരെയധികം ശക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ആരാണോ ആ ഒരു പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണോ അല്ലെങ്കിൽ സ്നേഹമാണോ എന്നുള്ളൊരു കാര്യമാണ്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതെ എന്നുള്ളതാണ്. അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹമുണ്ട്, പക്ഷേ അത് പതിയെ പതിയെ തുറന്ന് ഗ്രാജുവലി നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ അവര് എപ്പോഴാണ് ആ ഒരു തുറന്ന സ്നേഹം നിങ്ങളോട് കാണിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏകദേശം ഒരു 1.5 തൊട്ട് 2 മാസത്തിനുള്ളിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ കൂടുതൽ ഒരു നിങ്ങളിലേക്ക് അടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ ആ ഒരു സ്നേഹം തുറന്ന് കാണിക്കാനായിട്ടുള്ളൊരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതൊരു എക്സ്പ്രഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല, വളരെ സിൻസിയർ ആയിട്ട് ഒരു ഇമോഷണൽ വൈസിലായിരിക്കും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ഇത് ഒരു ഇച്ചിരി വൈകിയാലും അവര് നിങ്ങളോട് ഈ ഒരു സ്നേഹം തുറന്ന് കാണിക്കും. എനർജി അവരുടെ ആ ഒരു സ്ട്രെങ്ത് അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എനർജി ബിൽഡിംഗ് സ്റ്റേജിലാണ് അവർ. അതിനുശേഷം അവർ നിങ്ങളിലേക്ക് വന്ന് ആ ഒരു സ്നേഹം തുറന്ന് കാണിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കിട്ടുന്ന അനുസരിച്ച് ഒത്തിരി ആളുകൾക്കും ഒരു 1.5 തൊട്ട് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു പേഴ്സൺ ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് വന്ന് കൈമാറും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഈ ഒരു കാർഡുകൾ തന്നെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന കുറച്ച് ഗൈഡൻസ് മെസ്സേജ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സൂക്ഷിക്കണം. ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓവർ എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ജസ്റ്റ് ഒന്ന് കാമായിട്ട് ഒരു ന്യൂട്രൽ എനർജിയിൽ പീസോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഒരു കോൺഫിഡൻസ് കാണിക്കുക, എല്ലാ കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക. ഹോപ്പ് കൈവിടാതിരിക്കുക. ഒരു വാംത്തായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് കൂടുതൽ അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഉണ്ടാകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് ഒരു പ്രഷർ അതുപോലെ ആർഗ്യുമെന്റ്സ്, അതുപോലെ ഈ ഒരു പേഴ്സണുമായിട്ട് മാത്രമല്ല ഈ ഒരു പേഴ്സണ് പ്രസൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ മറ്റു ആളുകളുമായിട്ടുള്ള ആർഗ്യുമെന്റ്സും പ്രഷറുകൾ, അതുപോലെ ഒരു മൈൻഡ് ഗെയിം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരും. എതിലേ പോയിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിന്നിങ് അല്ല നമുക്കിവിടെ ആവശ്യം, അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ നമ്മുടേതായിട്ട് പിടിച്ചു വെക്കാനായിട്ട് സാധിക്കും, പക്ഷെ അതല്ല ജയപരാജയങ്ങളുടെ ഒരു കാര്യമല്ല. ഇവിടെ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു ബെസ്റ്റ് അപ്രോച്ച് എന്ന നിലയിൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഗൈഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയാതെ പോയൊരു കാര്യം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് പറയുകയാണ്. ഇത്
നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു പേഴ്സൺ ഓൾറെഡി പാസ്റ്റിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ട് സെപ്പറേഷന് പോയ വ്യക്തി ആകാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. കാരണം ഇവിടെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് നമുക്ക് വരുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണിലോട്ട് ഹെവി ആയിട്ടുള്ള കൺഫ്യൂഷൻസ് വേണ്ട എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഹെവി ആയിട്ട് നിങ്ങൾ അയ്യോ അതെനിക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യേണ്ട, അപ്പോൾ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തേക്ക് എടുത്തിടണ്ട എന്നുള്ളൊരു കാര്യം ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണ് ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരൊറ്റ ടൈമിൽ തുറന്ന് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പതിയെ പതിയെ അവരിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്തായാലും ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് കിട്ടാനായിട്ട് ഒരു പേഷ്യൻസോടുകൂടി മാച്യൂർ ആയിട്ട് ഒരു ബോണ്ട് ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം റിസൾട്ട് എനർജിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. വളരെ ബോണ്ടായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫ്യൂച്ചർ റിസൾട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ കളർ ആണ്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇടുക്കി ജില്ലയുമായിട്ട് എന്തെങ്കിലും നമുക്കൊരു ബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലും മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004 എന്നൊരു വർഷം കിട്ടുന്നുണ്ട്. യോഗയൊക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 44 പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് ഒക്കെ കളിക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തി, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ഡിസംബർ മന്ത് ഇവിടെ കിട്ടുന്നു. ലെറ്റർ Z, 1987, നമ്പർ 13, നമ്പർ 55, 1997. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല കിട്ടുന്നുണ്ട്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 1979, 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട്. അതുപോലെ മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 48 ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.